പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ സ്ഥാപിച്ച നമ്മുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2022 ജൂലൈ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഈ ഒരു അനാച്ഛാദന കർത്തവ്യം നിർവഹിച്ചത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ സ്ഥാപിച്ച സിംഹമുദ്രയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 6.5 മീറ്റർ പൊക്കവും 4.34 മീറ്റർ വീതിയും വരുന്ന സിംഹമുദ്ര 9 മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. പൂർണ്ണമായും വെങ്കലത്തിൽ നിർമ്മിച്ച സിംഹമുദ്രയ്ക്ക് 9500 കിലോഗ്രാം ഭാരമാണ് വരുന്നത്. ഇനി സിംഹമുദ്രയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ സാർനാഥിൽ സ്ഥിതി ചെയ്യുന്ന അശോക സ്തംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന അതേ ദിവസം തന്നെയാണ് സിംഹമുദ്ര ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ചത്. 4 ദിക്കിലേക്കും പുറംതിരിഞ്ഞു നിൽക്കുന്ന സിംഹങ്ങൾ ശക്തി, ധൈര്യം, ആത്മവിശ്വാസം, അഭിമാനം എന്നിവ സൂചിപ്പിക്കുന്നു. തൊട്ട് താഴെയുള്ള അബാക്കസിൽ വേഗത, ഊർജം, കഠിനാധ്വാനം, ഉറച്ച നിലപാട്, ശക്തി എന്നിവയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുതിര, കാള, ആന, സിംഹം എന്നീ മൃഗങ്ങളുടെ രൂപങ്ങളുണ്ട്. ഈ 8 മൃഗങ്ങൾക്കും 4 ധർമ്മചക്രങ്ങൾക്കും താഴെ മുണ്ടകോപനിഷത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ള വാചകമായ സത്യമേവ ജയതേ എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു സിംഹമുദ്രയുടെ അനാച്ഛാദനത്തിന് ശേഷം അശോക സ്തംഭത്തിലെ ശാന്തരൂപമുള്ള സിംഹങ്ങൾക്ക് പകരം രൗദ്രഭാവമുള്ള സിംഹങ്ങളുടെ രൂപമാണ് പുതുതായിട്ട് നൽകിയിരിക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു.